സിനിമയിൽ അവസരം കിട്ടുന്നത് കിടന്നു കൊടുത്തിട്ടാണോ? എനിക്ക് കിടന്നു കൊടുക്കേണ്ട അങ്ങനെയൊന്നും എനിക്ക് വന്നിട്ടില്ല. ഹനയോട് ചോദിക്കാം. ഞാൻ ചോദിക്കുന്നത് ഹനയോടാണ്, അസ്കറിനോടല്ല. ഓക്കെ, ഹന പറയാം. അങ്ങനെ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാന്നാണ്. ബിക്കോസ് വി ആർ ഓൾ ഇൻഡിപെൻഡന്റ്. പക്ഷെ എന്നോട് തന്നെ അങ്ങനെ ചോദിച്ചേ. അല്ല, ഹന അങ്ങനെയാണോ സിനിമയിൽ കയറിയത്? അങ്ങനെ ചോദിക്കാൻ അല്ല, ഒരുപാട് പ്രേക്ഷകരുടെ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. പെട്ടെന്ന് ഫീൽ ചെയ്യില്ല. നമ്മള് പടം റിലീസ് ആകാൻ നിക്കില്ല. ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് മമ്മൂട്ടിയുടെ പോലെ പറയണ്ടെന്ന് തോന്നുന്നു. അത് സത്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഹന്ന പറഞ്ഞത്. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞ മമ്മൂട്ടിയെ പോലെ ഇരിക്കുന്നത് എന്നെ പറയാതിരിക്കാൻ പറ്റും. എന്റെ അമ്മാനല്ലേ. നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. എല്ലാം ഉണ്ട്. ഞാൻ ചുമ്മാ തമാശ കടിച്ച തകർന്നോ? അതൊക്കൊന്നും അറിയത്തില്ല. എനിക്ക് ഒരു നമസ്കാരം. ഇന്ന് സോഷ്യൽ മീഡിയ ഒരുപാട് ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഈ ഒരു വിഷയം എടുത്തൊരു വീഡിയോസ് ചെയ്തു. പെട്ടെന്ന് പറയട്ടെ, ഒരുവിധം എല്ലാവരും, ഞാൻ കണ്ടവരൊക്കെ അത് ചർച്ച ചെയ്തിട്ടുള്ളത് പറഞ്ഞതെന്താ വെച്ചാൽ, എന്ത് ചോദ്യമാണ് ഈ ആങ്കർ ചോദിക്കുന്നത്? ആദ്യം ഞങ്ങൾ പ്രാങ്കാന്ന് വിചാരിച്ചു. പിന്നീട് ഈ ആങ്കർ അവരെ സ്വന്തം ചാനലിൽ ഇതിനുള്ള ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇത് പ്രാങ്ക് അല്ല എന്ന് പറഞ്ഞതോടുകൂടി നമുക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ വീണ്ടും ചാനലിൻ്റെ തലയ്ക്ക് കയറി ഇതൊരു പ്രാങ്ക്, ഇതുപോലുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരത് കണ്ടു കേട്ടോ. ഓക്കെ, അതിൽ നിന്ന് വേറിട്ടൊരു തോട്ടാണ് എനിക്കിതിൽ പോയത്. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് 2 ക്ലിപ്പ് കാണിക്കാൻ കാരണം അറിയോ? DNA എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും പുതിയ അഷ്കർ സൗദാനും ഈ ഹന്ന റജി കോശി അല്ലേ, ഡോക്ടറാണെന്നവർ, ഇവർ 2 പേരും അഭിനയിച്ചിട്ടുള്ള DNA എന്നുള്ള മൂവിയുടെ പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ മേക്കേഴ്സാണ് തോന്നുന്നത്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൻ്റെ പോർഷനാണ് നിങ്ങൾ രണ്ടാമത്തെ ക്ലിപ്പായിട്ട് കണ്ടത്. ആദ്യം ഇപ്പോൾ കോൺട്രവേഴ്സ്യലായിട്ട് കണ്ട ഇഷ്യൂ, രണ്ടാമത് കണ്ടത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ. ഈ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, അവിടെ ഈ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ കൂടി അഷ്കറിനോട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, അതായത് മാമനായിട്ടുള്ള മമ്മൂക്കയുടെ സൗണ്ടാണല്ലോ, അല്ലെങ്കിൽ മമ്മൂക്കനെ പോലെ ഉണ്ടല്ലോ കാണാൻ എന്നുള്ള രീതിയിൽ അഷ്കറിനോട് ചോദിക്കും. അഷ്കർ ബേസ്റ്റ് ആവുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഫാദറിൻ്റെ ഇതല്ലേ വരിക, അല്ലാണ്ട് മമ്മൂക്കയാണോ ചോദിക്കുക എന്ന് പറയുന്നു. അങ്ങനെ ആ ഇൻ്റർവ്യൂ സ്പോയിൽ ചെയ്യാൻ നോക്കുന്നിടത്ത് എണീറ്റ് പോകുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു PR ആരോ വന്ന് സംസാരിക്കുന്ന സമയത്ത് ഇവൻ പറയുന്നത് ഇത് പ്രാങ്ക് ആണെന്നുള്ള, അതിൻ്റെ ഒരു പോർഷനാണ് നിങ്ങൾ രണ്ടാമത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊരു പ്രാങ്ക് ആയിരുന്നു അല്ലേ. അപ്പോൾ ഈ DNA മൂവി പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ട് രണ്ടാമത്തെ ഇൻസിഡൻ്റാണ് ഒരു കോൺട്രവേഴ്സി പോലെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഇന്നത്തെ കാലത്ത് തുറന്നു പറയാലോ, ഒരു മനുഷ്യനെയും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇതെല്ലാം പ്രൊമോഷൻ്റെ ഭാഗമാവാം. എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു കേസിൽ, അതാ ഞാൻ പറഞ്ഞത്, ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എടുത്ത് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തത് കണ്ടു. കാരണം വെച്ചാൽ അവരൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഇതൊരു, അതായത് ആ ആങ്കർ ഇങ്ങനത്തെ ഒരു വൃത്തിയായിട്ട് ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ ഞാനിപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്നു ഇത് കംപ്ലീറ്റ് സ്ക്രിപ്റ്റഡാണ്. കുറച്ച് ദിവസം മുന്നേ പൈസ വാങ്ങിച്ചിട്ട് സ്ക്രിപ്റ്റഡ് ആക്കിയിട്ട് അതിൽ തെറി പറഞ്ഞ ആൾക്കാർ വരെയുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഇത് കംപ്ലീറ്റ് സ്ക്രിപ്റ്റഡായിട്ട് ഒരു മൂവിക്ക് പ്രൊമോഷൻ കൊടുക്കുന്നതിന് ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു കോൺട്രവേഴ്സിയാണെന്ന് ഞാൻ പറയുന്നു. അതിനുള്ള റീസൺസ് എൻ്റെ തോട്ടിൽ തോന്നിയിട്ടുള്ള അതിൻ്റെതായ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ആ ഒരു ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിലല്ലേ മറുപടി കൊടുക്കുക. ഫസ്റ്റ് ഒറ്റ സ്പോട്ടിലാണ് മറുപടി കൊടുക്കുക. പക്ഷേ ഓൺ ദ സ്പോട്ട് മറുപടി ഇവിടെ വരുന്നില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നത് നന്നായിട്ട് അഭിനയിക്കാൻ, എനിക്ക് അവരുടെ ആ ഫേസ് എക്സ്പ്രഷൻ നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിച്ചറിയാം. അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു അഭിനയം കാഴ്ചവെച്ച മതി. കാരണം വെച്ചാൽ അഭിനയത്തിൽ ഒരു പെർഫെക്ഷൻ ആയില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. നാച്ചുറലായിട്ട് തോന്നുന്നില്ല. ഓക്കെ, റീസൺ എന്താ വെച്ചാൽ, ഫസ്റ്റ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർ തീരെ പ്രകോപിതരാവുന്നില്ല. ഓക്കെ, പിന്നെ രണ്ടാമത് വീണ്ടും ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ഇതേ ഇഷ്യൂനെ ആക്കി, അത് കോൺട്രവേഴ്സി ആക്കി ഇവർ എണീറ്റ് മൈക്ക് അവിടെ വെച്ചിട്ട് എണീറ്റ് പോകണം എന്നുള്ള ആ ഒരു സ്ക്രിപ്റ്റിലേക്ക് എത്തിക്കുന്നത് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. നമ്മൾ ആ ക്ലിപ്പ് ഒന്ന് കാണാം. ആ വീഡിയോ അവർ ഡിലീറ്റ് ചെയ്ത് പോയി. അതാണ് രണ്ടാമത്തെ ഇഷ്യൂ. കാരണം വെച്ചാൽ ഇത്രയധികം കോൺട്രവേഴ്സ്യലായിട്ടൊരു സംഗതി അവിടെ നടന്നിട്ടും അവർ ആ ഒരു പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തു. ഇത്രയും സീരിയസ് ആയിട്ട് സംഭവം ഉണ്ടായിട്ട് അവർ ഇവിടുന്ന് എണീറ്റ് പോയി. രണ്ടാമത് അവർ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ആ ചാനൽ അവിടെ ആ ഇൻ്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സീരിയസ് ഇഷ്യൂ അല്ലേ ഇത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ട് എണീറ്റ് പോയിട്ട് വീണ്ടും ആ ഇൻ്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അവർ ആ ഇൻ്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്തു. ഇത് അത്യാവശ്യം ചർച്ചാ വിഷയമായി ട്രോളും ക്രിയേറ്റ് ചെയ്ത് ആൾക്കാർ ഡിസ്കസ് ചെയ്തതിന് ശേഷം അവരും എല്ലാ ഇൻ്റർവ്യൂ ടേക്ക് ഡൗൺ ചെയ്തു. എന്നിട്ട് സോഷ്യൽ മീഡിയ അതിനെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യുന്നു. ന്യൂസ് ചാനൽസ് ചർച്ച ചെയ്യുന്നു.
അതായത് സോഷ്യൽ മീഡിയ യൂട്യൂബിലുള്ള ന്യൂസ് ചാനൽസ് റിപ്പോർട്ട് ചെയ്യുന്നു, മറുനാടൻ പോലുള്ള ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൽ കൂടുതൽ പ്രൊമോഷൻ എന്താണ് ഒരു മൂവിക്ക് കൂടുതലായിട്ട് വേണ്ടത്? അല്ലെങ്കിൽ DNA എന്ന് പറഞ്ഞിട്ടുള്ള അഷ്കർ സൗദാൻ്റെയും ഹന്നയുടെയും മൂവി എങ്ങനെ ഉണ്ടെന്നുള്ള ആൾക്കാർ കണ്ടതിന് ശേഷം തീരുമാനിക്കുക. പക്ഷേ ഇതിനോടകം തന്നെ ഈ 2 കോൺട്രവേഴ്സി, ഒന്ന് മമ്മൂട്ടിയുടെ സൗണ്ടും, രണ്ടാമത് ഈ ഒരു വളരെ സ്ട്രോങ് കോൺട്രവേഴ്സി, ഒരിക്കലും ഒരു ആങ്കർ ചോദിക്കാൻ ചാൻസ് ഇല്ല, ചോദിക്കാനും പാടില്ലാത്തൊരു ക്വസ്റ്റ്യൻ. എന്താ പറയുക വെച്ചാൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് അത് ചോദിച്ച ചോദ്യം, ഹന്ന അങ്ങനെയാണോ വന്നത്? ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്നുകിൽ ഇത് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്നവൻ അല്ലെങ്കിൽ ആങ്കർ അത്രയും വലിയ വിഡ്ഢി, ഭൂലോക വിഡ്ഢി എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി പോലും തലക്കകത്ത് ആൾ താമസമില്ലാത്തൊരു ഊളയായിരിക്കണം ചോദിക്കണം എന്നുള്ളത്. എനിക്ക് തോന്നുന്നില്ല അവർ ഇത്ര ഊളയാണെന്നുള്ളത്. ഞാൻ ഈ ആങ്കർ ഉണ്ടല്ലോ, ഈ ആങ്കർ ഷാലൂസ് ബൂൺസോ എന്തോ പേരാണ് അവരുടെ ഒരു ചാനലുണ്ട്, എക്സ്പ്ലോർ വിത്ത് ബൂൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ. ഓക്കെ, ഈ ചാനൽ ഈ ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിവരെ കുറിച്ച് കേൾക്കുന്നത് നമ്മുടെ മല്ലു ട്രാവലർ സൗദി ലേഡി ഇഷ്യൂ വന്ന സമയത്ത് മല്ലു ട്രാവലർ അഗെയിൻസ്റ്റ് അലിഗേഷൻ വന്നപ്പോൾ ഫസ്റ്റ് മല്ലുവിനെ സപ്പോർട്ട് ചെയ്തിട്ട്, ഫസ്റ്റ് തന്നെ മല്ലുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് എവിടുന്ന് ഔട്ട് ഓഫ് എന്താ പറയുക ഫ്രോം നോവെയർ അവർ പ്രത്യക്ഷപ്പെട്ടൊരു വ്യക്തിയായിരുന്നു അവർ. കാരണം ഇവർ വന്നതിന് ശേഷം ഇവരുടെ സ്വന്തം ചാനലിലൂടെ പെട്ടെന്ന് മല്ലുവിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. മല്ലുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ലേഡിയാണ്. അങ്ങനെയാണ് ഞാൻ ഇവരെ ആദ്യം നോട്ടീസ് ചെയ്യുന്നത്. ഇനി അതിൽ കോൺട്രവേഴ്സി ഉണ്ടെന്നല്ല പറയുന്നത്, അങ്ങനെയാണ് നമ്മൾ നോട്ടീസ് ചെയ്ത് അവരെ അങ്ങനെ വ്യക്തിനെ അറിയുന്നതെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ ഈ ഒരു സംഗതി വീണ്ടും ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം ടേക്ക് ഡൗൺ ചെയ്തു. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് ഐ സ്റ്റിൽ ഫീൽ ദാറ്റ് ദിസ് ഇസ് കുക്ക്ഡ് അപ്പ് ആൻഡ് ദിസ് ഇസ് ജസ്റ്റ് എ പാർട്ട് ഓഫ് വെരി ചീപ്പ് പ്രൊമോഷൻ എന്ന് മാത്രം പറയും കേട്ടോ. വെരി പ്രൊമോഷൻ എന്ന് പറയില്ല, ചീപ്പ് പ്രൊമോഷൻ. ഓക്കെ, നമുക്ക് ആ ഇൻ്റർവ്യൂവിൻ്റെ ചെറിയൊരു പോർഷൻ കൂടി ബാക്കി കാണുന്നു. കാരണം വെച്ചാൽ ഉടനടി ഒന്നും അവർ പ്രൊവോക്ഡ് ആവുന്നില്ല. രസം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു ഇത് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പ്രാങ്കിൻ്റെ ഭാഗമായിട്ട് ആങ്കേഴ്സൊക്കെ ഒരുപാട് ചൂടാവുന്ന കണ്ടിട്ടുണ്ട് അല്ലേ, അവസാനം അവർ കോംപ്രമൈസ് ആയി പോകും. പക്ഷേ ഒരു കോംപ്രമൈസ് ടോക്ക് ഇല്ലാണ്ട് റിയലായിട്ട് ഒരു ആങ്കർ ഒരു മൂവീൻ്റെ പ്രൊമോഷൻ വന്നിട്ടുള്ള വലിയ സ്റ്റാർസിനോട് ഈ രീതിയിൽ ഈ ആറ്റിറ്റ്യൂഡിൽ വെച്ചൊരു പെരുമാറ്റം എന്ന് പറയുന്ന സമയത്ത് എന്തുകൊണ്ട് സ്ക്രിപ്റ്റഡ് ആയിക്കൂടാ? അതിനുശേഷം ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആവും. ഇതിനോടുകൂടി മൂവിക്ക് പ്രൊമോഷനായി, ഈ ഒരു ചാനലിന് പ്രൊമോഷനായി. അത് കഴിഞ്ഞതിന് ശേഷം ആങ്കർ ഇതുപോലത്തെ ഒരു റിപ്ലൈ വീഡിയോ വരുന്ന സമയത്ത് അതിൻ്റെ ചാനലിനും പ്രൊമോഷനായി അല്ലേ? ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ഞാൻ ഈ ഒരു ചെറിയൊരു പോർഷൻ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും, എന്നാലും ചെറിയൊരു പോർഷൻ കൂടി പ്ലേ ചെയ്യാം. അല്ല, ഞാനിത് ചോദിക്കാൻ കാരണം വേറെ ഒന്നുമല്ല. ഞാൻ ഇത്രയും നേരം ഹനയോട് ചോദിക്കുമ്പോൾ അഷ്കറാണ് ഫീലോട് പറയുന്നത്, ഹനയ്ക്ക് അത്ര ഫീൽ ഒന്നുമില്ല. അപ്പം ഒബ്വിയസ്ലി കിടന്നു കൊടുത്തിട്ടായിരിക്കും. മര്യാദ കൊണ്ട് സംസാരിക്കുന്ന അങ്ങനെ അല്ല, ഇത്രയും നേരം ഇത് പറയുമ്പോൾ അഷ്കറാണ് ഹന അങ്ങനെ ചെയ്തിട്ടായിരിക്കും ഹനയ്ക്ക് ഫീലിങ്സ് ഇല്ലാത്തതെന്ന്. അഷ്കറിന് ഫീലിങ്സ് ഉള്ളത് അഷ്കർ ഭയങ്കര ഹന കിടന്നു കൊടുത്തു എന്നല്ല ഞാൻ പറയുന്നത്. മനസ്സിലാവുന്ന അങ്ങനെയാണ്. ഞാൻ മര്യാദ ഇൻഡിപെൻഡന്റ് വുമണാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, വേൾഡ് വുമണാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാത്തോട് ചോദിച്ചത് എങ്ങനെയാണ് മര്യാദ കൊണ്ട് പ്രതികരിക്കാൻ. ആൾക്കാർ നോക്കിയിരിക്കുന്നത് അപ്പൊ ഞാൻ റിയാക്ട് ചെയ്യണം. നിങ്ങൾ തന്നെ പറ. അല്ലെ, ഇത്രയും നേരം മിണ്ടാതെ ഇങ്ങനെ നിങ്ങൾ നോക്കിയിരിക്കുന്നു. വിശ്വസിച്ച് ജഗതിച്ചേട്ടൻ ഒരു മൂവിയിൽ ഏതൊരു സിനിമയിൽ പറയുന്ന ഡയലോഗുണ്ട്, ഇത് ഞങ്ങൾ വിശ്വസിച്ച്, ഇതെല്ലാവരും വിശ്വസിച്ച്. കഷ്ടം, ഇതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു എന്നേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ DNA എന്ന് പറഞ്ഞിട്ടുള്ള മൂവിക്ക് വേണ്ടി നടന്നിട്ടുള്ള ചീപ്പ് പ്രൊമോഷനായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ ബാക്കിയായിട്ട് അവർ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം അവതാരക അവരുടെ ചാനലിലൂടെ ഒരു സംഗതിയായിട്ട് വരുന്നു. അപ്പോൾ അവരുടെ ചാനലിലും റീച്ചായി, എല്ലാ പരിപാടിയായി, ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ DNA എന്നടിക്കുന്നതോട് കൂടി DNA മൂവി ഇഷ്യൂ എന്ന് പറഞ്ഞ ഒരുപാട് ട്രോൾ പേജസ് കണ്ടു. ഒരുപാട്. ഇന്നിപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഏതോ ഒരു ചാനലിൽ ഞാനൊരു ഇൻ്റർവ്യൂവിൽ ഇന്ന് ഈ ഡോക്ടർ ഹന്നയോട് ഈ ഇതിൽ അഭിനയിച്ചിട്ടുള്ള അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇത് ക്രിയേറ്റ് ചെയ്തതല്ലേ? അവർ ഓഫ് കോഴ്സ് നോട്ട്, എന്നാൽ ക്രിയേറ്റ് ചെയ്തല്ല എന്ന് പറയുന്നത്. പറയുന്ന സമയത്ത് ആ അവതാരകൻ ചോദിക്കുന്നൊരു ചോദ്യം കേട്ടു. ഓക്കെ, അതായത് പിന്നെ എന്തിനാണ് ഈ വീഡിയോ ടെലികാസ്റ്റ് ചെയ്തത്? സീരിയസ് ഒരു വളരെ കാര്യപ്പെട്ടൊരു ക്വസ്റ്റൻ അല്ലേ? പിന്നെ എന്തിനാണ് ഈ ഇൻ്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്ത്? അങ്ങനെ ഉണ്ടെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യില്ലല്ലോ, അല്ലെങ്കിൽ തിരിച്ച് വിളിച്ചിട്ട് നമുക്ക് അതിൻ്റെ ബാക്കിയും കൂടി എടുക്കാമെന്ന് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. ദാറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ഫീൽ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.